ചിക്കൻ ശരിയായോ? ചിക്കൻ അടുപ്പേലായി. ആ, നല്ലപോലെ വയ്ക്കണം. ഇന്ന് എൻ്റെ കൂട്ടുകാരിയുണ്ട്. ആ, കേട്ടല്ലോ. ഇന്ന് കുരിയപ്പിടന്ന് എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വായും പൊളിച്ചെന്ന് എന്നെ നാത്തൂനും കൂടി അമ്മ ഓട്ടിച്ചു വിടുകയാണ്. തീ കത്തിച്ചു, ഉരുളി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകും മുളകും അരിയിട്ടു, ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതിലോട്ടിട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് തട്ടി. അതെൻ്റെ മാത്രം ഒരു വീക്ക്നെസ്സാണ് കേട്ടോ, എനിക്കത് വലിയ ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി കറിവേപ്പില എല്ലാം കൂടി ഇട്ട് തട്ടി നന്നായിട്ടിട്ട് വഴറ്റുന്നുണ്ട്. ഞാൻ ഉള്ളിപ്പണിയിൽ ഏർപ്പെട്ടപ്പോഴേക്കും നാത്തൂനോടി പോയി ചിക്കൻ്റെ കുളിപ്പിക്കൽ അരപ്പതേക്കലും ഒക്കെ കഴിഞ്ഞു. അതായത് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ യൂണിറ്റേഫ്റ്റിൻ്റെ ചിക്കൻ മസാലയാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള കമ്പനിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അതെടുത്ത് കുക്കറിൽ കയറ്റി ചൂളം അടിക്കാൻ സമ്മതിക്കാതെ ഇറക്കി വെച്ചു. അങ്ങനെ ഇപ്പോൾ ചൂളം അടിക്കേണ്ട. ഞാനോടി പോയി തേങ്ങ തിരിഞ്ഞ് തേങ്ങയുടെ 1-ാം പല്ല് 2-ാം പല്ല് 3-ാം പല്ല് എല്ലാം എടുത്തു വെച്ചു. അല്ല പിന്നെ ഞങ്ങളോടാ കളി. കുക്കറിൽ നിന്ന് ചിക്കൻ എടുത്ത് അടുപ്പിലിരുന്ന് ഉള്ളിയുടെ പുറത്തോട്ട് തട്ടി. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഞാൻ പോയി തൻ്റെ ഇല പറിച്ചുകൊണ്ടു. ഇതിന് നല്ല മണമാണ് കറിയിലിട്ട്. അറിയാമല്ലോ, നമ്മുടെ മസാല കിറ്റിനകത്തൊക്കെ കാണും ഇല. അയ്യോ എൻ്റെ അമ്മോ, നമ്മുടെ ചിക്കൻ കറി നോക്കിക്കേ, നല്ല കിഡിലുമായിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയത്തില്ലേ. നമ്മൾ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ പുറകെ ഓട്ടമായിരുന്നു. തേങ്ങാക്കൊത്ത്, തേങ്ങാപ്പാൽ, വയനയില എന്ന് വേണ്ട. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടിന് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല രുചിയുണ്ട്. നമ്മുടെ ആ ഒരു പണ്ട് കഴിച്ചിരുന്ന ആ ഒരു രുചി നാവിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.